ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവപുരാണം ശനിപ്രദോഷമാഹാത്മ്യം. സാരമാം കഥാമൃതമിനിയും ചൊല്ലിയിടുന്നേൻ. ഘോരമാം അഘാമയം നീങ്ങുവാൻ മഹൗഷധം. ജീവനും ശരീരവും ചിത്തവും കാരണവും ഭാവവും കർമ്മങ്ങളും ദുഃഖവും സുഖങ്ങളും ധർമ്മവും അധർമ്മവും പുത്രമിത്രാദികളും ശർമ്മവും സമസ്തവും ശർവനെന്നറിഞ്ഞാലും ഹോമതർപ്പണം ജപം ധ്യാനം എന്നിവയെല്ലാം വാമദേവനെക്കുറിച്ചാസ്ഥയാ ചെയ്യുന്നാകിൽ സീമയില്ലതിൻ ഫലം മാമുനി ശ്രേഷ്ഠന്മാരെ. സോമശേഖരൻ കാമദായകൻ സദാ നൃണാം. ശൂദ്രനും ചണ്ഡാലനും മൂകനും മുക്തന്മാർക്കും രുദ്രസേവയാഗതി സംഭവിച്ചിടും നൂനം. ഇന്ന ജാതി എന്നില്ല ശംഭുസേവനം ചെയ്കിൽ ഉന്നതി ലഭിച്ചുടൻ മോക്ഷവും പ്രാപിച്ചിടും. എങ്കിലോ മഹാകാളക്ഷേത്രവാസിയാം മഹാശങ്കരൻ തൻ്റെ ഭക്തൻ ചന്ദ്രസേനനാം നൃപൻ ഉജ്ജയിന്യാഖ്യേ പുരേ വാണിതു യഥാസുഖം. ദിഗ്ജയം ചെയ്തു മഹായാഗങ്ങൾ പല ചെയ്തു. അർത്ഥികൾക്ക് അസംഖ്യമാം അർത്ഥദാനങ്ങൾ ചെയ്തു. പാർത്ഥിവൻ കൃതാർത്ഥനായി മേവുന്ന കാലത്തിങ്കൽ മാണിഭദ്രനെന്നുള്ള ദേവപാർഷദ ശ്രേഷ്ഠൻ ക്ഷോണിപനൊരു ചിന്താമണിയും ദാനം ചെയ്തു. ദിവ്യമാം ചിന്താമണി മേവിച്ചു നരേന്ദ്രനും ദ്രവ്യസമ്പന്നൻ മഹാഭാഗ്യവാൻ വിളങ്ങിനാൻ. അച്ഛന്ന പ്രകാശം കൊണ്ടർക്കതുല്യമാം മണി ഇച്ഛിച്ച വസ്തുക്കളെ തക്ഷണം ദാനം ചെയ്യും. ദൃഷ്ടമെങ്കിലും ശ്രുതമെങ്കിലും ധ്യാനിക്കലും ഇഷ്ടമൊക്കെയും നൽകും ദിവ്യമാം ചിന്താരത്നം. ഉല്ലാസൻ മണിയുടെ തേജസ്സു തട്ടും നേരം കല്ലുകൾ സുവർണമാം കാടുകൾ കൽപദ്രുമം. മന്നിടം തന്നിൽ സാരദിവ്യമാം ചിന്താരത്നം തന്നുടകളം തന്നിലണിഞ്ഞു ചന്ദ്രസേനൻ. ചന്ദ്രനെ ധരിക്കുന്ന മന്ദരാചലം പോലെ ചന്ദ്രസേനനാം നൃപനേറ്റവും പ്രകാശിച്ചു. 8 ദിക്കിലുള്ള ഭൂമിപാലന്മാരെല്ലാം കേട്ടിതു ചിന്താമണി പ്രഭാവം മഹാത്ഭുതം. ഒട്ടുമേ സഹിച്ചില്ല മന്നവർക്ക് അസൂയയാൽ കിട്ടുമെന്നോർത്തു ചിലർ വന്നു യാചനം ചെയ്താർ. കൊള്ളുവാൻ ചിലർ വന്നു ചോദിച്ചു തുടങ്ങിനാർ. കള്ളന്മാർ ചിലർ വന്നു മോഷ്ടിപ്പാൻ ഒരുമ്പെട്ടാർ. 2 മാസത്തിനുള്ളിൽ കൊണ്ടെന്നു ബോധിപ്പിക്കാം. 2 വാക്കെനിക്കില്ല തന്നാലുമെന്നു ചിലർ. ലോഭമോഹിതന്മാരാം ഭൂപതിമാർക്കു നൃപൻ ശോഭന ചിന്താരത്നമാർക്കുമേ കൊടുത്തില്ല. ലജ്ജയും ലഘുത്വവും ക്രോധവും കലർന്നുടൻ ദുർജനങ്ങളാം നൃപന്മാരുടെ സമൂഹങ്ങൾ ഒക്കവേ പരിഭവിച്ചവർ പുറപ്പെട്ടു. ദിക്കുകൾ മുഴങ്ങുന്ന വാദ്യഘോഷങ്ങളോടും ആനകൾ കുതിരകൾ തേരുകൾ കാലാളുകൾ സൈനികം ചതുർവിധം സംഭൃതമാക്കിയിടിനാർ. ഉജ്ജയിന്യാധീശന്റെ രാജ്യത്തെ തകർത്തുകൊണ്ടിജ്ജനം ജയിച്ചുടൻ രത്നവും പറിക്കണം. പോരിനു നടക്കെടോ പാരിലെ പ്രജകളെ സാരമാം ചിന്താരത്നം കൈക്കലാക്കണം ജവാൽ. ഇങ്ങനെ പറഞ്ഞുറച്ചായുധങ്ങളുമെടുത്തങ്ങു ചെന്നുജ്ജയിനി മന്ദിരം നിരോധിച്ചാർ.
രാജസംഘങ്ങൾ വന്നു പോരിനു തുനിഞ്ഞുടൻ രാജധാനിയെ ചുഴന്നൊക്കവേ പരന്നപ്പോൾ രാജപുങ്കവൻ ചന്ദ്രസേനനും പുറപ്പെട്ടു. രാജശേഖരൻ മഹാകാളനെ സേവ ചെയ്തു. സ്നാനശുദ്ധനായി നൃപൻ ഭക്തിമാൻ അനാതുരൻ മാനസം മഹേശ്വരൻ തങ്കലങ്ങുറപ്പിച്ചു. ധൂപദീപങ്ങൾ കൊണ്ടു പൂജയും നിവേദ്യവും ലോഭമെന്നേ ജപധ്യാനവും ഹോമങ്ങളും മാലകൾ വിളക്കുകൾ ശ്രീബലി പ്രദക്ഷിണം നീലലോഹിത പ്രസാദാർത്ഥമായി തുടങ്ങിനാൻ. അപ്പൊഴുതൊരു ഗോപി ദേവനെ കാൺമതിനായി തത്പദം പ്രവേശിച്ചു വണങ്ങി നിന്നീടിനാൾ. 5 വത്സരം വയസ്സുള്ളൊരു കുമാരനെ ചഞ്ചലാക്ഷിയാം അവൾ തട്ടിക്കൊണ്ടൊക്കത്തങ്ങു ദേവന്റെ തിരുമുമ്പിൽ ചെന്നുടൻ വന്ദിപ്പിച്ചു. സാവധാനമായി നിന്നു ദേവന്റെ പൂജ കണ്ടാൾ. പിന്നെയും തൊഴുതവൾ തീർത്ഥവും വാങ്ങിക്കൊണ്ടു തന്നുടെ വീട്ടിൽ ചെന്നു ഗോക്കളെ കറന്നുടൻ ക്ഷീരവും മൂരും കൊണ്ടു നടന്നു വിറ്റുവന്നു. പാരാതെ നെല്ലും കുത്തിക്കഞ്ഞിയും വച്ചിടിനാൾ. പുത്രനന്നേരം കളിത്തൊട്ടിലിൽ ഇരുന്നുടൻ തത്ര നല്ലൊരു കല്ലും കൊണ്ടെന്നു പ്രതിഷ്ഠിച്ചു. പത്രങ്ങൾ കൊണ്ടു കളിപൂജകൾ തുടങ്ങിനാൻ. എത്രയും ഭക്ത്യാ പൂഴിച്ചോർ കൊണ്ടു നിവേദ്യവും ഉജ്ജയിന്യാധീശന്റെ പൂജനപ്രകാരവും തജ്ജപധ്യാനങ്ങളും കണ്ടവൻ ഗ്രഹിക്കയാൽ വാരികൊണ്ടഭിഷേകം ലേപനം ഭസ്മം കൊണ്ടും ദാരുപത്രങ്ങൾ കൊണ്ടർച്ചനം ക്രീഡാവേശാൽ വന്ദനം പ്രദക്ഷിണം പൂജനം നമസ്കാരം ചന്ദ്രശേഖര പ്രീതി പ്രാർത്ഥന സ്തോത്രങ്ങളും. നീലകണ്ഠനെ സേവിച്ചിങ്ങനെ സുഖിക്കുന്ന ബാലനെ വിളിച്ചങ്ങു മാതാവു മുര ചെയ്താൾ. ഭക്ഷണത്തിനു വരികെന്നുടെ കുമാരക തക്ഷണം ചോറുണ്ടാക്കി പാർക്കുന്നു നിനക്കു ഞാൻ. ക്രീഡ കൊണ്ടുണ്ണിക്കു വിശപ്പു മറന്നിതോ പീഡയുണ്ടെനിക്കു നീ ഭോജനം ചെയ്യായകയാൽ. മാതൃഭാഷിതം കേട്ടേതുമേ ഇളകീല ചേതസാ ശിവധ്യാന വ്യഗ്രനാം ഗോപീസുതൻ. പിന്നെയും വിളിച്ചിതു ബാലനെ ഗോപാലിക ധന്യനാം പുത്രനേതും കേട്ടില്ല സമാധിയാൽ. ഗോപിക അതുനേരം ചെന്നിതു തദന്തികേ കോപിച്ചു കുമാരനെ താടനം ചെയ്തിടിനാൾ. താടനം കൊണ്ടുമൊരു ചഞ്ചലമില്ലായകയാൽ ക്രീഡനം നശിപ്പിച്ചു തുടങ്ങി ജനനിയും. അർച്ചനാബിംബം തച്ചുമറിച്ചങ്ങെറിഞ്ഞുടൻ മെച്ചമേറിന പുഷ്പമൊക്കവേ നശിപ്പിച്ചു. ഇങ്ങനെ നശിപ്പിച്ചു തന്നുടെ ഗേഹം പൊക്കും തിങ്ങിന കോപത്തോടെ വാണിതു ജനനിയും. ശങ്കര ശിവ ശിവ ചന്ദ്രശേഖര പോറ്റി സങ്കടം കളകെന്നു കരഞ്ഞു കുമാരനും. ഭൂതലേ വീണു ബോധം കെട്ടുടൻ അരക്ഷണം ജാതബോധനായുടൻ നേത്രങ്ങൾ മിഴിച്ചപ്പോൾ മുന്നിലമ്മാറു കണ്ടാനെത്രയും മനോഹരം തന്നുടെ നികേതനം പൊന്മയം മണിമയം. പൊന്മണിസ്തംഭങ്ങളും മാളികകളും കണ്ടാൻ അഗ്രതോരണിസ്ഥലേ പാർവതീപതിയുടെ വിഗ്രഹം സുവർണോജ്വലം കാണായി വന്നിതൊക്കെയും കണ്ടു ബാലൻ വിസ്മയം പൂണ്ടുമുതാ. ദീർഘമായി നമസ്കരിച്ചാനന്ദമോടു ചൊന്നാൻ ത്രയംബകപുരാന്തക പാഹി മാം ജഗത്പതേ. അമ്മതാനപരാധം ചെയ്തതു ക്ഷമിക്കേണം ചിന്മയാകൃതേ. ഭവാൻ കാരുണ്യം പൂണ്ടുമയി ത്വത്പ്രഭാവത്തെ ഗ്രഹിക്കായകയാൽ വിമൂഢയാം മത്പ്രസു മഹാപാപം ചെയ്തിതു മഹേശ്വര. അല്പമെങ്കിലും മമ ത്വച്ചരിതത്തെ കൊണ്ടു തത്പാപം നശിപ്പിച്ചിടേണമേ പോറ്റിപ്പോൾ. ശങ്കര നമസ്തുതേ ശാശ്വത നമോസ്തുതേ തിങ്കൾ ശേഖര ധൂർജടേ നമോസ്തുതേ. ഇങ്ങനെ നമസ്കാരം ചെയ്തെഴുന്നേറ്റു ബാലൻ മംഗലൻ ശിവാർച്ചനം പിന്നെയും അനുഷ്ഠിച്ചാൻ. വാസരാവസാനമേ വേഗമേ കുമാരകൻ വാസമന്ദിരം പൊക്കു മാതൃസന്നിധൗ ചെന്നാൻ. സ്വർണപര്യങ്കം തന്മേൽ സ്വൈരമായി വസിക്കുന്ന തന്നുടെ ജനനിയെ കണ്ടുടൻ വണങ്ങിനാൻ.
ഭദ്രഭൂഷണങ്ങളാൽ ഭൂഷിതാംഗിയാമവൾ നിദ്രയാ നിമീലനം ചെയ്തുടൻ ശയിക്കുന്നു. ദേവനാരിയെക്കാളും ഉജ്ജ്വലിച്ചിടുന്നൊരു ലാവണ്യസ്വരൂപിണിയാകിയ മാതാവിനെ സാദരം വിളിച്ചുണർത്തിയിടിനാൻ പതുക്കവേ. മോദമോടുണർന്നിടിനാൾ ജനനിയും ഇത്രയും മഹാത്ഭുതം മന്ദിരവിഭൂതിയും പുത്രവൈഭവങ്ങളും ഈശ്വരപ്രസാദവും ഒക്കവേ ധരിച്ചുടൻ പൂർണ്ണ സന്തോഷത്തോടെ തത്കരം പിടിച്ചുടൻ ആശീർവാദവും ചെയ്തു. ഇക്കഥാവിശേഷങ്ങൾ ഗ്രഹിച്ചു മഹീപതി സത്കരിച്ചവരുടെ മന്ദിരം പ്രവേശിച്ചു. മന്ത്രികൾ, പൗരന്മാരും മറ്റുള്ള ജനങ്ങളും അന്തണന്മാരും വന്നു നിറഞ്ഞു ഗോപാലയെ. ഈശ്വരാർച്ചന പ്രഭാവോദയം കേട്ടുമുതാ വിശ്വാസികളെല്ലാം വിസ്മയം പൂണ്ടു നിന്നാർ. പോരിനായി വന്നു പുരം വളഞ്ഞു നിന്നിടുന്ന പാരിട പ്രധാനികൾ കേട്ടിതു വിശേഷങ്ങൾ. വൈരവും വെടിഞ്ഞുടൻ വിസ്മയപ്പെട്ടു ചെന്നു വീരനാം ചന്ദ്രസേനക്ഷ്മാപനെ പ്രശംസിച്ചാർ. ഉത്തരമഹാകാളക്ഷേത്രവും പ്രവേശിച്ചു സത്വരം പശുപന്റെ പത്തനത്തിലും ചെന്നു. ശങ്കരപ്രസാദത്താൽ തക്ഷണം ജനിച്ചൊരു ശങ്കരക്ഷേത്രം കണ്ടു വന്ദിച്ചു നിന്നാരവർ. ഗോപികാതനൂജനു രത്നവും രാജ്യങ്ങളും ആനതേർ കുതിരകൾ എന്നിവ ബഹുവിധം ദാനവും ചെയ്തു മുതാ മാനവേന്ദ്രന്മാരെല്ലാം ആനന്ദാംബുധി തന്നിൽ മുങ്ങി നിന്നരുൾ ചെയ്താർ. സർവദേശങ്ങൾ തോറും വസിക്കും ഗോപന്മാർക്കു സാർവഭൗമനാം ഭൂപൻ നീ എന്നു മുറ ചെയ്താർ. ഇത്തരം മഹാജനം പറഞ്ഞു നിൽക്കും നേരം സത്വരം ഹനുമാനെ പ്രത്യക്ഷം കാണായി വന്നു. അഞ്ജനാസുതൻ രഘുനായക പ്രിയങ്കരൻ രഞ്ജിതാഖിലത്രിലോകീ ജനസ്വാന്തൻ കാന്തൻ ജാനകീ മനഃ പ്രസാദൈക ഭാജനം ഘനം വാനരേശ്വരൻ വിളങ്ങിടിനാൻ സഭാന്തരെ. സർവഭൂപതികളും സാദരം വണങ്ങിനാർ. സർവവന്ദ്യനാം ഹനുമാനും ഒന്നരുൾ ചെയ്തു. ഒട്ടൊഴികാതെയുള്ള മന്നവന്മാരെല്ലാരും കേട്ടുകൊൾകിൻ്റെ വാക്യം. കേസരീ തനൂജൻ ഞാൻ രാമന്റെ ദാസനിടോ രാജപുങ്കവന്മാരെ. വാമദേവന്റെ ഭക്തൻ വാനരൻ വരപ്രദൻ ശൈവപൂജയെന്നിയേ മറ്റൊരു ഗതിയില്ല. കൈവല്യം സാധിപ്പതിനെന്നതു ധരിക്കണം. ഗോപികാതനൂജനാമിവന്റെ മഹാവ്രതം ഭൂപതിമാരെ നിങ്ങൾ കേട്ടുബോധിച്ചിടേണം. മന്ദവാരവും പുനഃ ശ്രീമഹാപ്രദോഷവും ഒന്നിച്ചു വന്ന ദിനമീശനെ സേവിക്കയാൽ വന്നിതു വിഭൂതിയും വിദ്യയും പ്രഭുത്വവും. വന്ദനീയനാം പശുപാല ബാലകനിപ്പോൾ കൃഷ്ണപക്ഷത്തിൽ ശനിവാരവും പ്രദോഷവും ഒന്നിച്ചു വന്ന ദിനമീശനെ സേവിക്കലും കൃഷ്ണമാനസന്മാർക്കു ലഭിപ്പാനെളുതല്ല. എത്രയും മനഃശുദ്ധിയുള്ളവൻ പ്രാപിച്ചിടും. ശത്രുസംഹാരം യശോവർദ്ധനം മഹാവ്രതം ഉത്തമം മഹാപ്രദോഷോപവാസമാം വ്രതം. സത്യം മദ്ഗുരുനാഥൻ ശങ്കരൻ അരുൾ ചെയ്തു. കഷ്ടമേ പ്രദോഷം നൂറ്റിയിടുവാൻ മടിക്കുന്ന ദുഷ്ടന്മാരുടെ ജന്മം വ്യർത്ഥമെന്നറിഞ്ഞാലും ഒട്ടുമേ ബോധിക്കാതെ നോൽക്ക കാരണാൽ പോലും പുഷ്ടസമ്പത്തു വന്നു ബാലനെന്നറിഞ്ഞാലും ശാന്തനാമിവൻ തൻ്റെ വംശത്തിലെട്ടാം പുരുഷാന്തരെ നന്ദഗോപൻ എന്നൊരുവൻ താനുണ്ടാം. തത്സുതനായി ജനിച്ചിടും അക്കാലം നാഥൻ ചിത്സ്വരൂപനാം ജഗന്നായകൻ നാരായണൻ. കംസനെ കൊല ചെയ്യും കൗരവ വംശത്തിൻ്റെ ധ്വംസവും വരുത്തിയിടും നന്ദഗോപന്റെ സുതൻ. ഈ ശിശുവിൻ്റെ വംശം വർദ്ധിപ്പാൻ വഴി പോലെ വിശ്വനായകൻ ഗൗരീ വല്ലഭൻ പ്രസാദിച്ചു. ഇക്കുമാരനു നാമം ശ്രീകരൻ എന്നാകുന്നു. ദിക്കുകൾ പുകഴ്ന്നൊരു ഗോപികാപുത്രനിവൻ ഇത്തരം ഉര ചെയ്തു മാരുതാത്മജൻ മുതാ സത്വരം മറഞ്ഞിതു മന്നവന്മാരും പോയാർ. ശ്രീകരൻ മഹാകാളക്ഷേത്രനാഥനെ സേവിച്ചേകമാനസനായി വസിച്ചു യഥാസുഖം. ചന്ദ്രസേനനും പിന്നെ ശ്രീകരഗോപൻ താനും സാന്ദ്രമാം ചിദാനന്ദം പ്രാപിച്ചു മുക്തരായി. ചന്ദ്രശേഖര പ്രീതി കാരണാൽ ജനങ്ങൾക്കു ധന്യമാം
മോക്ഷം ലഭിച്ചിടുമെന്നറിഞ്ഞാലും. ശനിപ്രദോഷ മാഹാത്മ്യം സമാപ്തം. ഓം നമഃ ശിവായ.